ശത്രുക്കളെ കൊണ്ട് പൊറുതിമുട്ടിക്കഴിഞ്ഞാൽ ശത്രുസ്തംഭനം, ശത്രുക്കളെ ഒതുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഏത് തരത്തിൽ നമ്മുടെ കുടുംബപരമായിട്ട്, കർമ്മപരമായിട്ട്, സാമ്പത്തികപരമായിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇമേജിനും കുടുംബപരമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പുരോഗതിക്കും ബാധിക്കുന്ന ശത്രുക്കളെ നമുക്ക് ഒതുക്കിയേ പറ്റുള്ളൂ. ശത്രുക്കളുടെ പ്രത്യേകത നമ്മളുടെ പതനം ലക്ഷ്യമാക്കിക്കൊണ്ട് അവര് മൗത്ത് പബ്ലിസിറ്റി മുതൽ അതുപോലെ തന്നെ മറ്റുള്ള ക്ഷുദ്ര, അഭിചാര, ശത്രുബാധ, ദുർമൂർത്തി, പ്രാർത്ഥന, സ്തംഭന കർമ്മങ്ങളെ കൊണ്ട് നമ്മളെ ഒതുക്കാൻ വേണ്ടി ശ്രമിക്കും. പൊളിറ്റിക്കൽ പരമായിട്ട് സൗഹൃദങ്ങളെ കൊണ്ടും ബന്ധക്കാരെയൊക്കെ തെറ്റിപ്പിക്കാൻ നോക്കും. അതുപോലെ മണി പവർ കൊണ്ട് നോക്കും, ബിസിനസ് പരമായിട്ട് നോക്കും. അങ്ങനെ പല തരത്തിലൂടെയും നമ്മുടെ അറം പറ്റി അല്ലെങ്കിൽ തറം പറ്റി കാണാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ശത്രുക്കളെ നമുക്ക് ഒതുക്കിയേ പറ്റുള്ളൂ. വേണ്ട ഒരു അമൂല്യമായ രഹസ്യ സ്തംഭന വിദ്യയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ഒരുപാടായതുകൊണ്ട് തന്നെ പല പല വീഡിയോകളായിട്ടാണ് നമ്മളിത് ചെയ്യുക. അതിലത്തെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇപ്പോൾ ഇത്. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് അടുത്ത ഭാഗം കൂടി കാണാൻ പറ്റുള്ളൂ. മൂല്യമായ രഹസ്യ മന്ത്ര പ്രയോഗമാണ് പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ, കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം, കാർത്തിക ആയുർവേദിക് സഞ്ഞൂർ നമ്പേശമ്പടി. ക്ഷുദ്രാഭിചാര ശത്രുബാധകളെ കൊണ്ട് നമ്മളെ തകർക്കാൻ വേണ്ടി നോക്കുന്ന വ്യക്തികളെ നമ്മൾക്ക് തന്നെ നശിപ്പിക്കാൻ പറ്റുമെന്ന അമൂല്യമായ ഗ്രന്ഥങ്ങളിൽ നിന്നെടുത്ത മന്ത്രപ്രയോഗ വിധിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നെ. അപ്പൊ എന്താണ്, നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ആ വ്യക്തി ആരാണോ ആ വ്യക്തിയെ നശിപ്പിച്ചേ നമുക്ക് പറ്റുള്ളൂ. നമ്മുടെ ജീവിതം കുട്ടിച്ചോറാക്കാനും നമ്മൾക്കെതിരെ പ്രവർത്തിക്കുന്നവരെയും നമ്മുടെ കുടുംബം, മക്കളെ വെച്ചിട്ട് നെട്ടോട്ടോടി പണിയെടുത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് നടക്കുമ്പോൾ പിന്നീട് കുത്താൻ ഇങ്ങനെ ആൾക്കാർ വരുമ്പോൾ നമുക്ക് ഇവരുടെ ആ ഒരു ഇവരുടെ ശത്രു പ്രവർത്തനം കൊണ്ട് തന്നെ നമുക്കത് ഒരു മുന്നേറാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട്. ചില ആളുകൾ എന്ത് വന്നാലും നമ്മൾ തട്ടിത്തെറിപ്പിച്ചു പോകും. ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി, അവിടെ ഇരിക്കും. അപ്പൊ അങ്ങനത്തെ ഇരിപ്പൊക്കെ മാറ്റി നമുക്കെതിരെ നേരിടുന്നവരെ ഒതുക്കിയേ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയോഗമാണ് ഈ പറയുന്നത്. നിങ്ങൾക്കിത് പുറമക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ നല്ലൊരു ചെലവ് വരും, ഒരു കർമ്മീയനെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ. അപ്പോൾ അതെന്താണ്, അങ്ങനെ ചെയ്യിപ്പിക്കുക, അതായത് ശരിക്കും ചെയ്തില്ലെങ്കിൽ അത് പ്രശ്നം. ചെയ്ത് കഴിഞ്ഞ് ശത്രു പ്രതിവിധി ചെയ്ത് കഴിഞ്ഞാൽ ആ പൈസ നഷ്ടം. അങ്ങനെ വിശ്വാസമായിട്ട് ചെയ്യണമെങ്കിൽ തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള പൈസയും കൊടുക്കണം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ വിദ്യ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഒരു പനയോല എടുക്കുക. ഈ പനയോല എടുത്തതിന് ശേഷം ഞാൻ ഈ പറയുന്ന മന്ത്രം എഴുതിയിട്ട് അതിൽ നമ്മൾ എന്താണ്, മഞ്ഞപ്പൊടി കൊണ്ട് പുരട്ടിയിട്ട് അത് ഉരുട്ടുക. എന്നിട്ട് താമരപ്പൂവിന്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ വീടിന്റെ പുറത്ത് വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഒരു നിലവിളക്ക് വെച്ചിട്ട് നമ്മൾ ഈ പറയുന്ന മന്ത്രം ഇരുന്നിട്ട് ചൊല്ലുക. ഇത് ചൊല്ലുന്ന സമയത്ത് 3336 കൂടുതലായിരിക്കണം എന്ന് നിർബന്ധമാണ്. 3336. അത് കഴിഞ്ഞാൽ നമുക്ക് 5000 10,000 എത്ര വേണമെങ്കിലും ചൊല്ലാം. അപ്പൊ ഈ മന്ത്രം ചെല്ലുമ്പോൾ ഈ ശത്രുവിന്റെ പേര് ചേർക്കേണ്ട ഒരു ഭാഗമുണ്ട്. അത് നിങ്ങൾ ഈ മന്ത്രം ഒരു പേപ്പറിലേക്ക് ബൈഹാർട്ടാക്കിയിട്ട് എഴുതി വെക്കുക. എന്നിട്ട് വേണം നിങ്ങൾ ഈ മന്ത്രം ജപിക്കാൻ. ഈ ജപിച്ച് കഴിഞ്ഞതിന് ശേഷം ശത്രുവിന്റെ വീട്ടിൽ സ്ഥാപിക്കാണ് വേണ്ടത്. ഇല്ലെങ്കിൽ ഇയാൾ സ്ഥിരമായി നടന്നു പോകുന്ന വഴി വേണം. ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ വീടിന്റെ മുമ്പിൽ നിന്ന് തന്നെ വണ്ടിയമ്മ കയറി കുത്തിരുന്നാല് പിന്നെ അയാള് ആ സ്ഥലത്ത് നിന്നിട്ട് ഇറങ്ങുള്ളൂ. വീടിന്റെ പടിക്കാണ്ട് പുറത്തേക്ക് ഇറങ്ങാത്ത ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് രീതിയിൽ ഇത് കൈകാര്യം ചെയ്യുക. അപ്പോൾ അവരുടെ വീട്ടിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തി നമുക്ക് ഏതൊക്കെ തരത്തിൽ ചെയ്തിട്ടുണ്ടോ അതൊക്കെ അയാൾക്ക് തന്നെ തിരിച്ചടിക്കും. നമ്മുടെ കർമ്മത്തിന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അയാൾക്ക് അത് കർമ്മത്തിന് ബാധിക്കും. ജനങ്ങളുടെ ഇടയിൽ കുറ്റം പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ നാട്ടുകാരൊക്കെ അയാളെ കുറ്റം പറയും. സാമ്പത്തികമായിട്ട് പതനത്തിന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അപ്പോൾ അയാളും പരാജയപ്പെടും. ഇപ്പോൾ നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരെ തന്നെ പിത്തനുണ്ടാക്കാനോ മക്കളെ നശിപ്പിക്കാനോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അതൊക്കെ അവർക്ക് തിരിച്ചടിക്കും. ഇതാണ് ഇതിന്റെ പ്രത്യേകത. എന്താണോ നമുക്കെതിരെ ചെയ്തിട്ടുള്ളത് അത് അയാൾക്ക് തിരിച്ചടിക്കും മാനസികമായിട്ട്. അപ്പോൾ അയാൾക്ക് അത് അനുഭവത്തിൽ വരാനും മാനസികമായിട്ട് തളരും, സാമ്പത്തികമായിട്ട് തളരും, പൊതുജനങ്ങളിൽ വിരോധങ്ങൾ ഉണ്ടാവും. എല്ലാ തരത്തിലും ആർക്കും വേണ്ടാത്ത ഒരാളായി മാറും. അതാണ് ഇതിന്റെ നമ്മളുടെ ഈ ശത്രുവിനെ ഒതുക്കാൻ ചെയ്യേണ്ടത്. പക്ഷെ വെറുതെ നല്ലൊരു ആള് അപ്പുറത്ത് പണിയെടുത്ത് കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിനെ വെറുതെ നമുക്ക് കുനിറ്റടിച്ച് എന്താ പറയുക, നമുക്കിങ്ങനെ ഇറിറ്റേഷൻ വന്നിട്ട് അയാളെ നശിപ്പിക്കാൻ വേണ്ടി ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ 3 തലമുറയ്ക്ക് ഇത് ബാധിക്കും. നമുക്കെതിരായി പ്രവർത്തിക്കുന്നു. ഇയാൾ ദൈനംദിനമായിട്ട് നമ്മൾ ഒരിക്കൽ ക്ഷമിച്ചു, പിന്നെയും ക്ഷമിച്ചു, പിന്നെ മൂന്നാമതും ക്ഷമിച്ചു, പിന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമുക്ക് ചെയ്യാതിരിക്കാൻ മാർഗമല്ലെങ്കിൽ മാത്രം പ്രയോഗിക്കേണ്ട കാര്യമാണിത്.
അപ്പോൾ അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ ഇത് ചൊല്ലേണ്ട മന്ത്രം ഇതാണ്. ഇത് നമ്മൾ എഴുതേണ്ട കാര്യമൊക്കെ പറഞ്ഞതുപോലെ ചെയ്യുക. അപ്പോൾ ഇത് ബൈഹാർട്ടാക്കി എടുത്തിട്ട് വേണം നിങ്ങളിത് ചെയ്യാനും കേട്ടോ. ഓം ഹംസ ച ഗഡ്യൂഷായ ആമുഖസ്യ മുഖ സ്തംഭയ സ്വാഹ. ഓം ഹംസ ച ഗഡ്യൂഷായ ആമുഖസ്യ മുഖ സ്തംഭയ സ്വാഹ. ഇതാണ് ഈ ആമുഖസ്യ എന്നുള്ളിടത്താണ് ഇയാളുടെ പേര് ഇറങ്ങേണ്ടത്. ഇത് അണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വ്യക്തി നമുക്കെതിരെ കിടന്ന് ഇങ്ങനെ കൂറ്റം കുത്തി ഇങ്ങനെ കയറി വന്നിരുന്നതൊക്കെ ഉണ്ടല്ലോ, അതാണ്ട് നശിച്ച് നാരായണക്കല്ലാവും. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഓം നമ ശിവായ എന്നും ഓം നമോ നാരായണായ നമ എന്നും നമ്മൾ 108 തവണ വീതം ജപിച്ചിരിക്കണം. അത് 108 അല്ല, കഴിയുന്നത്ര ഒരു 1000 പ്രാവശ്യം വേണമെങ്കിലും ജപിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിറ്റേ ദിവസം ഇതൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ശിവക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ എന്താണ് അവിടെ ഒരു പൂജയ്ക്ക് കൊടുക്കുക, വിഷ്ണു ക്ഷേത്രത്തിൽ അവരെ പൂജയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ പായസം കഴിപ്പിക്കുകയും ചെയ്യുക. ഭഗവാനെ എൻ്റെ ദോഷങ്ങൾ മാറാനും എനിക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിന് ഫലം കിട്ടണമെന്ന് പ്രാർത്ഥിക്കുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായും നശിച്ച് നാരായണക്കല്ലാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു വക സംശയവുമില്ല, ടെൻഷനുമില്ല, പേടിക്കും വേണ്ട. 100ൽ 100 ഗ്യാരണ്ടി ഉള്ളൊരു കാര്യമാണിത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും സുഹൃത്തുക്കൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതങ്ങനെ ഒരു വിദ്യ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക. കാരണം ഇത് ഗ്രന്ഥങ്ങളിൽ ഒളിച്ചിരുന്നിട്ട് കാര്യമില്ല. അടുത്ത തലമുറയ്ക്ക് ഇത് അറിയണം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക തന്നെ വേണം. അപ്പോൾ നിങ്ങൾക്കൊരു അത്യാവശ്യം ഏതെങ്കിലും കാര്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം വന്നെങ്കിൽ വെച്ചിട്ട് ഇത് ഇപ്പം തന്നെ വെറുതെ പോയി പഠിച്ചിരിക്കാനും പറ്റില്ല. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ നമ്മുടെ ചാനലും തുറന്നാൽ മതി. നിങ്ങളെ പൂട്ടുന്ന ആൾക്കാരെ കുത്തുവാളടിപ്പിച്ച് തെണ്ടി പാതാളാക്കണമെങ്കിൽ അത് ഞാൻ പറയുന്ന വീഡിയോകളിൽ നിങ്ങൾ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്തിട്ടുണ്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ക്ഷുദ്രാഭിചാര ശത്രുബാധ ദുർമൂർത്തി പ്രാർത്ഥന സ്തംഭനം വശീകരണം മാരണ പരസ്പര വൈരുദ്ധ്യപരമായിട്ടുള്ള കെട്ടുമുട്ട് മാട്ട് മാരണ ദോഷദുരിതങ്ങൾ ഒഴിഞ്ഞു പോവാനുള്ള പരിഹാരങ്ങളാണ് നമ്മളെ വീഡിയോയിൽ. അത് വൈദ്യമുണ്ട്, ജ്യോതിഷമുണ്ട്, മാന്ത്രികമുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ.